ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്, നല്ലൊരു ഗാർഡനിങ് ടൂറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നാട്ടിൽ എൻ്റെ വീട്ടിലുള്ളതല്ല കേട്ടോ, ഉമ്മാൻ്റെ വീട്ടിലുള്ള ഒരു ഗാർഡനിങ് ആണ്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലെ അമ്മായികളൊക്കെ നല്ല പോലെ ഗാർഡനിങ് നോക്കുന്നവരാണ്. അപ്പോൾ അവരെ വീട്ടിലെ കുറച്ച് ഗാർഡനിങ് കണ്ടു നോക്കാം. വീടിനുള്ളിലും കുറച്ച് പുറത്തായിട്ടൊക്കെ ഒരുപാട് ചെടികളുണ്ട്, പഴയതും ന്യൂജനും അതുപോലെ ഓൾഡ് ജെൻസൊക്കെ ആയിട്ടുള്ള കുറേ അധികം പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും കേട്ടോ. ഇതൊക്കെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ആ ഭാഗത്ത് തന്നെ വെച്ചിട്ടുള്ള ഇതൊക്കെ സിറ്റ് ഔട്ടിലാട്ടോ കൂടുതൽ ചെടികൾ. പിന്നെ ഉള്ളിലായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല പോലെ നോക്കണം ചെടികൾ, അപ്പോഴേ ഇതുപോലെ നല്ല പോലെ ഉണ്ടായിട്ട് വരുള്ളൂ. ചെടികളെ പേരൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ടാണ് കൂടുതലായിട്ട് വോയിസ് കൊടുക്കാത്തത്. കുറേ അധികം പൂടുന്നതും അതുപോലെ ഇല ഉള്ളതൊക്കെ ആയിട്ടുള്ളതുണ്ട്. പലവിധം ചെടികൾ പലവിധം ഉണ്ടാവുമല്ലോ പൂടുന്നതായിട്ടൊക്കെ. അപ്പോൾ എനിക്ക് ഇതിന് നമ്മൾ പഴയ ചെടികളൊക്കെ പേരേ അറിയുള്ളൂ, പുതിയതിൻ്റെ പേരൊന്നും ഇതൊക്കെ സിറ്റ് ഔട്ടിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ വെയിൽ കുറച്ച് കൊള്ളിച്ചിട്ട് കുറച്ച് ഉള്ളിലേക്കൊക്കെ എടുത്ത് വെക്കും അവർ. ചെടികളെ പേരൊന്നും എനിക്ക് വല്ലാണ്ട് അറിയില്ല, കുറച്ച് പേരുകളൊക്കെ അറിയുള്ളൂ. അപ്പം ചെടികൾ വെക്കുന്നവർക്ക് അറിയാം.
അപ്പോൾ പുറത്തായിട്ട് തന്നെ വീടിന് ചുറ്റുഭാഗത്തുള്ള ചെടികളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇനി എവിടെയും ചെടി വെക്കാൻ ബാക്കിയില്ല, സ്ഥലം അത്രയ്ക്കുണ്ട്. പിന്നെ ഇവർ കുറച്ചൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യട്ടോ. പിന്നെ ഈ കാണുന്നതാണ് അമ്പാഴങ്ങ. നമ്മൾ ആദ്യം ഉപ്പിലിട്ട് ഇപ്പോഴും കഴിക്കാട്ടോ. ആദ്യം എന്ന് പറഞ്ഞാൽ മാഷാ അല്ലാഹ് ചെറിയ ചെടിമ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വീട്ടുമുറ്റത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, ചെറിയൊരു ചെടിമലൊക്കെ ഉണ്ടാകുമ്പോൾ. ഇവിടെ ഒരുപാട് മാസന്മാരുണ്ട് കേട്ടോ, പല കളറിലായിട്ട് തന്നെ. നമ്മൾ കാണാത്ത തരത്തിലുള്ള മാസന്മാരികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. അപ്പോൾ ഇനി നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇനി വീടിനുള്ളിലുള്ള കുറച്ച് മണി പ്ലാന്റ്സുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ വാഷ് ബേസിൻ്റെ അടുത്തായിട്ട് വെച്ചതാണ്. ഇതിനെ ഇടയ്ക്കൊക്കെ വെയിൽ കൊള്ളിക്കണം, അല്ലെങ്കിൽ വാടിപ്പോവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കുറച്ച് ലെങ്തി ആണെങ്കിലും ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കണം. പിന്നെ പുതിയ നല്ല വീഡിയോസായിട്ടായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.